വളരെ സിമ്പിൾ ആയിട്ട് ഒരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് 3 സ്പൂൺ കുരുമുളക് കഴുകി വൃത്തിയാക്കി 10 മിനിറ്റ് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ച് മാറ്റി വെക്കണം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇട്ട് 2 വലിയ സൈസിലുള്ള സവോള ചെറുതായി അരിഞ്ഞതും ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3-4 കഷ്ണം ചെറിയുള്ളി, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ചതച്ചതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവോളയിലേക്ക് ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കുരുമുളക് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം. ഇനി നന്നായി വഴന്നു വന്നിട്ടുള്ള ആ ഒരു സവോളയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു കുരുമുളകിന്റെ പേസ്റ്റും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണേ. അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി വെള്ളം ഒന്നും ചേർക്കാതെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പത്തേനും നല്ല രീതിയിൽ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയി കിട്ടും. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പെപ്പർ ചിക്കൻ റെഡി.